ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 5, ശ്ലോകം 25. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയാ ക്ഷീണകൽമഷഃ ചിന്നദ്വൈതാ യദാത്മാനാ സർവഭൂതഹിതേ രതഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയാ ക്ഷീണകൽമഷഃ ചിന്നദ്വൈതാ യദാത്മാനാ സർവഭൂതഹിതേ രതഃ. വിവർത്തനം: സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും സർവ്വപാപങ്ങളിൽ നിന്നും മോചനം നേടിയിട്ടുള്ളവരുമായവർ ബ്രഹ്മനിർവാണം പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് സർവ്വജീവജാലങ്ങളുടെയും ക്ഷേമം ഉദ്ദേശിച്ചിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. അതായത് ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു പണ്ഡിത സമദർശിന എന്ന് പറഞ്ഞു. അപ്പോൾ അത് പണ്ഡിത സമദർശിന എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും ഭഗവാന്റെ അംശമാണ്, എല്ലാവരിലും ഭഗവാൻ പരമാത്മ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് പറയുന്ന തത്വത്തിലേക്ക് വരികയും അത് മനസ്സിലാക്കുകയും ചെയ്യലാണ്. ഇവിടെ ഭഗവാൻ ആ ഒരു തത്വത്തെ ഒന്നുകൂടി ഒരു പടി കൂടി ഉയർത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് തുല്യദർശനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളോടുമുള്ള കാരുണ്യത്തിലും കൂടി അത് സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതാണ് ഭഗവാൻ സർവഭൂതഹിതേ രതഃ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിൽ നമ്മൾ വ്യാപൃതരാകുക, അതായത് എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ എങ്ങനെയാണ് കാരുണ്യം കാണിക്കേണ്ടത്? ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് പകർന്നു കൊടുത്തിട്ട്, അല്ലേ? ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം അവർക്ക് കൊടുത്തിട്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, ഭഗവാന്റെ സേവനങ്ങളിൽ അവരെ ഏർപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലാണ് നമ്മൾ നമ്മുടെ കാരുണ്യം മറ്റുള്ളവരിൽ പ്രകടമാക്കേണ്ടത്. ഇവിടെ ഭഗവാൻ പറയാണ് ലഭന്തേ ബ്രഹ്മനിർവാണം. ലഭന്തേ ബ്രഹ്മനിർവാണം എന്നാൽ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്ന് മോചനം കൈവരിക്കുക, അതുപോലെ ക്ഷീണകൽമഷ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തരാവുക, ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് നമ്മൾ ഉയരുക. അപ്പോൾ എല്ലാ ജീവജാലങ്ങളോടും തുല്യ രീതിയിൽ കാരുണ്യത്തോടു കൂടിയിട്ടും തുല്യ ദർശനത്തോടും കൂടിയിട്ട് അവരെ കാണുവാനും അവരോട് ഇടപെടാനും സാധിക്കുക. ഇപ്പോൾ ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ തന്നെ കുറിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല. ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ തന്നെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്നത്. അവിടെ ഭഗവാൻ ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു നൽകിയിട്ട് ഭഗവാൻ പറയാണ് ലോകമഹേശ്വരം, ഞാനാണ് എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരൻ, ഞാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും അഭ്യുതകാംക്ഷി, എല്ലാം എന്നിലാണ് കുടികൊള്ളുന്നത് എന്ന സത്യം, എന്ന യാഥാർത്ഥ്യം നീ മനസ്സിലാക്കി നീ ഉയർന്ന് പ്രവർത്തിച്ച് നിന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതിനു മുൻപുള്ള ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ നമുക്ക് എപ്രകാരം ഈ ഭൗതികതയിൽ നിന്ന് മോചനം നേടാം, ആത്മസാക്ഷാത്കാര പാതയിലേക്ക് എങ്ങനെ ഉയരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ആത്മീയ സന്തോഷം എങ്ങനെ കൈവരിക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഭഗവാൻ ഈ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഭഗവാനെ കുറിച്ചിട്ട് അറിയുക, സർവ്വലോകത്തിൻ്റെയും മഹേശ്വരനാണ്, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്, അഭ്യുതകാംക്ഷിയാണ് എന്നറിയുന്നതാണ് ശാന്തി മന്ത്രം. അതാണ് ജീവിതത്തിൻ്റെ വിജയം, അവിടെയാണ് ജീവിതത്തിൻ്റെ സമാധാനം എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്നെ കുറിച്ചിട്ട് നീ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെക്കുറിച്ച് നീ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് നാം ആരാണ്,
നാം ആരാണ്, എന്താണ്, അല്ലേ, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് മരണശേഷം പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ ജനിമൃതി ചക്രത്തിൽ പെട്ടത്, എവിടെ നിന്നാണ് നമുക്ക് ഈ മാലിന്യങ്ങളൊക്കെ വന്ന് പെട്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചോദിക്കുക, അല്ലേ, എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കുക. അതിൽ നിന്ന് നേടുന്ന അറിവാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്. ആ ഒരു രീതിയിൽ മാറി ചിന്തിച്ചാൽ ആത്മീയ അന്വേഷണം അവിടെ ആരംഭിച്ചു എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ അന്വേഷണത്തിലൂടെ മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ ഇവിടെ, അല്ലേ, തന്നെ കുറിച്ചിട്ട് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കുറിച്ചിട്ടുള്ള സാക്ഷാത്കാരം ലഭ്യമായില്ലെങ്കിലും കുഴപ്പമില്ല, അവനവനെ കുറിച്ചിട്ടുള്ള സാക്ഷാത്കാരം ലഭ്യമായാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പോൾ യാതൊരു ഫലേച്ഛയുമില്ലാതെ, അല്ലേ, എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനു വേണ്ടി, എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഭഗവാനല്ലാതെ ആർക്കാണ് സാധിക്കുക? ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർക്കും മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ വന്നാലും, എന്തൊക്കെ അവസ്ഥയിലാണെങ്കിലും മനകൃഷ്ണ നിവേശയേത്, ഏനക്കേന പ്രകാരേണ മനകൃഷ്ണ നിവാശയേത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ, അല്ലേ, എങ്ങനെയൊക്കെ ഇരുന്നാലും നമ്മുടെ മനസ്സും ചിന്തകളും പ്രവൃത്തികളും ഭഗവാനിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പകർന്നു നൽകുന്നത്. ഇവിടെ ചിഹ്നദ്വൈത എന്നൊരു പദം ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട്. ചിഹ്നദ്വൈത എന്നാൽ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കാണുക. അതായത് ഒരു വസ്തുവിനെ കീറി മുറിച്ച് പരിശോധിക്കുക എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു പ്രച്ഛന്ന വേഷ മത്സരം കാണുമ്പോൾ, അല്ലേ, ഒരു വ്യക്തി മറ്റൊരാളായിട്ട് വേഷം മാറിയിട്ടാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. ആ വേഷഭൂഷാദികളൊക്കെ അഴിച്ചു വെക്കുമ്പോഴാണ് ഇയാളല്ലായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ദ്വന്ദ്വത്തിലാണ്. എല്ലാത്തിനും ഒരു ആവരണമുണ്ട് എന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരം തന്നെ എടുത്തോളൂ. നമ്മുടെ ശരീരം ശാശ്വതമല്ല, അല്ലേ, അത് എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ്. ഭൗതികമാണ് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരം. പക്ഷെ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ശാശ്വതമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ദ്വന്ദ്ങ്ങളിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം കൈവരിക്കുക, അറിവിൽ നിന്നാണ് നമ്മൾ അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശരീരം ശാശ്വതമാണ് എന്ന് പറയുന്ന അതാണ് അജ്ഞാനം. നമ്മുടെ ആത്മാവ് ശാശ്വതമാണ്, ആത്മാവ് എന്നും നിലനിൽക്കുന്നതാണ്, ആത്മീയമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. അപ്പോൾ അജ്ഞാനത്തെ നമുക്ക് മറികടക്കണമെങ്കിൽ ജ്ഞാനം കൂടിയേ തീരൂ. ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ 16-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ജ്ഞാനേന തു തദജ്ഞാനം യേശാം നാശിതം ആത്മനഃ എന്ന് പറയുന്നുണ്ട്. ജ്ഞാനത്തിന്റെ വാളുകൊണ്ട് നമുക്ക് അജ്ഞാനത്തെ ഭേദിക്കാൻ സാധിക്കും. അതിനെയാണ് ചിഹ്നദ്വൈത എന്ന പദം ഭഗവാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ആത്മീയ തീവ്രതയിലൂടെയും ഗൗരവമേറിയ പരിശ്രമത്തിലൂടെയും ഈ ലോകത്തിന്റെ വസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം മറയ്ക്കുന്ന ദ്വന്ദ്ങ്ങളുടെ ആവരണത്തെ നമുക്ക് ജ്ഞാനത്തിന്റെ വാളുപയോഗിച്ച് ഛേദിക്കാൻ സാധിക്കണം. അതിനാണ് ഭഗവാൻ ചിഹ്നദ്വൈത എന്ന പദം ഇവിടെ സൂചിപ്പിക്കുന്നത്. മായയ്ക്ക് അപ്പുറത്തേക്ക് കാണാനായിട്ടുള്ള ഒരു കാഴ്ച നാം സ്വന്തമാക്കണം. അതിനെയാണ് ചിഹ്നദ്വൈത എന്ന പദം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മായയുടെ ആവരണമില്ലാതെ കാര്യങ്ങളെ യഥാവിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ നാം എത്രത്തോളം ആത്മനിയന്ത്രണം വളർത്തിയെടുക്കുമോ അത്രത്തോളം നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൽ സജീവമായിട്ട് ഇരിക്കാൻ സാധിക്കും. അത്രത്തോളം നമുക്ക് ദ്വന്ദ്ങ്ങളെ മറികടക്കുന്ന ദർശനം നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ദ്വന്ദ്ങ്ങൾക്ക് അപ്പുറം കാണുന്ന കാഴ്ചയിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാര പാതയിലേക്ക് മുന്നേറാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഒളിമ്പിക് മത്സരാർത്ഥി, അല്ലേ, എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവയെല്ലാം അതിജീവിച്ച് ഒളിമ്പിക് സ്വർണം നേടണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ മുന്നേറും. കാലാവസ്ഥ പ്രതികൂലമായാലും ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായാലും സ്വന്തം ശരീരം പ്രതികൂലമായിട്ടുള്ള ഘടകമായിട്ട് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ആ യഥാർത്ഥമായിട്ടുള്ള ഒളിമ്പിക് സ്വർണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ മത്സരാർത്ഥി ഏത് അറ്റം വരെയും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് നമുക്കും ഒരു ലക്ഷ്യം വേണം. ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കണം, അല്ലേ, ഈ ജീവിതത്തിൻ്റെ ഈ ശരീരം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കണം. അതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളതൊന്നും അതിനൊരു പ്രതിബന്ധമായിട്ട് നമ്മൾ കണക്കാക്കരുത്.
അപ്പോൾ എപ്രകാരം ഒരു ഒളിമ്പിക് അത്ലറ്റ് ദൃഢനിശ്ചയത്തോടെ പരിശീലനം നടത്തുന്നുവോ അതേ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടി, ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മളും പരിശ്രമിക്കണം, നമ്മളും പരിശീലിക്കണം. അതാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഒഴുകുന്നുവോ അത്രത്തോളം നമ്മൾ അശുദ്ധരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അശുദ്ധതയിൽ നിന്ന് നമുക്ക് ശുദ്ധരാകാനായിട്ട് നമ്മൾ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഭൗതിക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പതിയെ പതിയെ വിടുതൽ നേടാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത് നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവാൻ പറയുന്നില്ലേ, ക്ഷീണകൽമഷ, മാലിന്യം എവിടെയാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ആ മാലിന്യം എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ മാലിന്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴാണ് ബോധ്യപ്പെടുന്നത്? അറിവ് നേടുമ്പോൾ, അല്ലേ, ജ്ഞാനം കൈവരിക്കുമ്പോൾ. അപ്പോൾ ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന മാലിന്യങ്ങളെയും ദ്വന്ദ്ങ്ങളെയും എല്ലാം, നമുക്ക് കൽമഷങ്ങളെയും ഒക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജ്ഞാനത്തിലൂടെ, ജ്ഞാനേന തു തദ് അജ്ഞാനം, ജ്ഞാനത്തിലൂടെ നമുക്ക് അജ്ഞാനത്തെ മറികടക്കാൻ സാധിക്കും. ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയരുവാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിലെ ഭഗവാൻ ഒരു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി എപ്രകാരമാണ് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള യോഗ്യത കൈവരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.